എല്ലാരും കമന്റിൽ ചോദിക്കുന്ന ചോദ്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ കർണാടക ബാങ്കിന് 30 രൂപയ്ക്ക് വാങ്ങിയതുപോലെ ഇപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു രണ്ടെണ്ണം പറയാൻ ചോദിക്കുന്നു. കർണാടക ബാങ്കിനെ പോലെ വലുതാ പോകാൻ ചാൻസ് ഇരിക്കുന്നു എന്ന് സാർ വിചാരിക്കുന്ന ഇന്നും കർണാടക ബാങ്ക് ഇസ് ബെറ്റർ ദാൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ബുക്ക് വാല്യൂക്ക് എത്ര ഡിസ്കൗണ്ട് ഇരിക്കുന്നു എന്ന് നോക്കണം. അതിൽ തിരികെ പ്രൈസിന് വെച്ച് സംസാരിക്കുന്നു. വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് ഫ്രം ഫെയർ പ്രൈസ്? 10 രൂപയ്ക്ക് വാങ്ങുന്ന പൊരുൾ 3 രൂപയ്ക്ക് കിട്ടുന്ന 10 രൂപയ്ക്ക് കിട്ടുന്നത് 3 രൂപ കൊടുത്ത് വാങ്ങുന്ന ഇല്ല 12 രൂപ കൊടുത്ത് വാങ്ങുന്നോ എന്നതാണ് നോക്കേണ്ടത്. 270 രൂപ പൊരുളിന് 200 രൂപയ്ക്ക് വാങ്ങുന്നത് ബെറ്ററാ, 25 രൂപയ്ക്കുള്ളതിന് 26 രൂപയ്ക്ക് വാങ്ങുന്നത് കൊള്ളാമെന്ന് നിങ്ങൾ തന്നെ പറയണം. ഇത് തന്നെ ഡിഫറൻസ്. ഓക്കെ സാർ. ഇപ്പോൾ ഞാൻ കോമൺ മാൻ മൈൻഡ് സെറ്റിൽ ഈ ചോദ്യത്തിന് ഒരിച്ചും ചോദിക്കുന്നു സാർ. 30 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങി വെച്ചു, 25 രൂപയ്ക്കെല്ലാം രൂപ ഒക്കെ ഇല്ല, ബുക്ക് വാല്യൂക്ക് മുകളിൽ വാങ്ങുന്ന ഇല്ല സാർ, അകത്ത് തന്നെ വാങ്ങിയിരിക്കുന്നു. നമ്മൾ മറന്നു. അങ്ങനെ മറന്നാൽ ഈ കർണാടക ബാങ്ക് എങ്ങനെ പെട്ടെന്ന് കയറിയോ അതുപോലെ കർണാടക ബാങ്കിന്റെ ബുക്ക് വാല്യൂ ഇന്ന് 275 ഏതോ, അത് 200 രൂപയ്ക്ക് കിട്ടുന്നു. സോ ഈ ബുക്ക് വാല്യൂ എങ്ങനെ കയറുന്നു എന്ന് നോക്കണം. എഗെയിൻ ആൻഡ് എഗെയിൻ പ്രൈസിന് നോക്കണ്ട എന്ന് പറയുന്നു. ബുക്ക് വാല്യൂ കയറുന്നോ ഇല്ല എന്ന് നോക്കണം. ഓക്കെ സാർ, ഡൺ, ഫൈൻ. സോ ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റ്, പോയ 3 വർഷം ബുക്ക് വാല്യൂ എത്ര കയറിയിരിക്കുന്നു, അതേ അടുത്ത 10 വർഷത്തിന് പ്രൊജക്ട് ചെയ്താൽ എത്ര കയറും, ആ പ്രൈസിന് അത് കിട്ടും. എടുക്കാമോ സാർ? അങ്ങനെ എക്സാം എഴുതുന്ന പോണ മുമ്പേ അതേ 10 വർഷത്തിന് ക്വസ്റ്റ്യൻ പേപ്പർ പഠിയെന്ന് പറയല്ലേ സാർ, അതുപോലെ എടുക്കാമോ സാർ? അങ്ങനെ തന്നെ ഈ പ്ലോട്ട് ചെയ്ത് നോക്ക് 10 വർഷത്തിൽ എങ്ങനെ കയറുമെന്ന്. അതിൽ മീഡിയൻ എടുത്തുവെങ്കിൽ 5 വർഷത്തിന് പ്രൊജക്റ്റ് ചെയ്യും, ആ വാല്യൂ പോകും. ഓക്കെ സാർ, ഡൺ. സോ ആനന്ദ് സാർ എങ്ങനെയാണ് ഒരു ഷെയറിനെ സെലക്ട് ചെയ്യും എന്നതിന് ഒരു ഹിന്റ് തന്നിരിക്കുന്നു സാർ. സാർ ഹീറോ മോട്ടോഴ്സ് ഇന്നലെ വന്ന് ഒരു 2.5% കയറിയിരിക്കുന്നു. നിങ്ങളും പറഞ്ഞായിരുന്നു ഞാൻ വാങ്ങാൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, നല്ല ഒരു ഫെയർ വാല്യൂ വരുന്ന സമയത്തിൽ വാങ്ങണോ എന്ന് നിങ്ങൾ പറഞ്ഞതിലിരുന്ന് 12% അതിലിരുന്ന് കയറിയിട്ടുണ്ട്. 3 നാളൊക്കെ അല്ല, നിങ്ങൾ ഒരു 2 മാസത്തിന് മുമ്പേ ഇത് പറഞ്ഞായിരുന്നു. ശരി, ഓക്കെ, 2 മാസം തന്നെയല്ലേ ആയിരിക്കുന്നു. 2.5% അപ്പസ് ഡിവിഡൻഡ് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ആയിട്ട് നോക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ അവിടെ ഒരു ഫൈനാൻസ് കമ്പനി അകത്തിരിക്കുന്നു, പബ്ലിക് ആകാൻ പോകുന്നു. ആ ഫിനാൻസ് കമ്പനി ബജാജ് ഫിൻസർവ് ആകുമോ? ഓക്കെ. വാല്യുവേഷൻ ബൈ പാർട്സ്. അതെ, വാല്യുവേഷൻ ബൈ പാർട്സ്. അടുത്തത് വന്നിട്ട് 2-3 ചെറിയ കമ്പനി അകത്തിരിക്കുന്നു. അതിനല്ലാതെ വേറെ എന്തെന്ന് വെച്ചാൽ എപ്പോൾ ഏത്തറിന് കയ്യിലിടും, ഇതിൻ്റെ സ്ട്രാറ്റജി എന്ത്, അത് തന്നെ നമ്മൾ നോക്കണം. ഓക്കെ സാർ, ഇനിയും ഹൈ എൻഡ് ബൈക്കൂടെ ഹൈ അപ്പ് ചെയ്ത് പിന്നെ സ്ട്രാറ്റജി എന്തെന്ന് പറഞ്ഞായിരുന്നു. ഹാർലി ഡേവിഡ്സൺ ഒപ്പം ടൈപ്പ് ചെയ്തു. ഇലക്ട്രിക്കിന് എന്ത് ചെയ്യാൻ പോകുന്നു, ഇലക്ട്രിക്കിന് എന്ത് സ്ട്രാറ്റജി, ഹീറോ ഇലക്ട്രിക്സിനെ വാങ്ങുമോ ബാങ്ക്രപ്സിക്കാக, ബജാജ് എങ്ങനെ KTM വാങ്ങിയോ, ഒരു ബാങ്ക്രപ്സിക്ക് വേണ്ടി സ്വന്തക്കാരൻ്റെ കമ്പനി വാങ്ങുമോ, അപ്പോൾ ഒരു ബ്രാൻഡ് നെയിം കിട്ടും. അടുത്തത് ഏത്തറിൽ കൈവയ്ക്കുമോ, ഏത്തറിൽ ഒരു ശതമാനം വച്ചിട്ടുണ്ടല്ലേ സാർ എന്ന് പറഞ്ഞാൽ എല്ലാം എടുക്കണമല്ലോ. ഓക്കെ സാർ, അതിനെ ഫുള്ളും കയറ്റുമോ? 2 വെച്ചാണ് അവരുടെ ഫ്യൂച്ചർ ഇരിക്കുന്നു. യെസ് ബാങ്ക് സാർ, യെസ് ബാങ്ക് വന്നിട്ട് 13% കയറിയിട്ടുണ്ട്. മിറ്റോമ അതിനെ വാങ്ങുന്നു എന്ന ന്യൂസിലിരുന്ന് 13% കയറിയിട്ടുണ്ട് സാർ. റൈറ്റ്, ഇപ്പോൾ 16,000 കോടിക്ക് കയറാൻ പോകുന്നു. ജപ്പാനിൽ സുമിറ്റോമ വാങ്ങുന്നത് ബെറ്റർ ദാൻ കൺസിഡറിങ് യെസ് ബാങ്ക് ഹിയർ. അങ്ങനെ എനിക്ക് എക്സ് ബാങ്കിനെ കൺസിഡർ ചെയ്യേണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചാൽ യു ക്യാൻ കൺസിഡർ എനിത്തിങ് എൽസ്. എക്സ് ബാങ്കിന് നീ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വാങ്ങാം, അതിനെക്കാട്ടിലും നിറയെ ഇരിക്കുന്നല്ലോ ഇവിടെ. ഹാവ് മെനി അതർ സ്റ്റോക്സ് ഹിയർ. പക്ഷേ എക്സ് ബാങ്ക് തന്നെ ചീപ്പായിരിക്കണം, അത് തന്നെ വാങ്ങുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങും. ലോങ് ടേം ഇറ്റ് വോണ്ട് ഗോ എനിവെയർ. ഓക്കെ സാർ, അപ്പോൾ നിങ്ങൾ വാങ്ങിയെങ്കിൽ അത് നിങ്ങളെ ഇഷ്ടം, അത് തന്നെ സാർ ഇപ്പോൾ പറയാൻ വന്നത് അല്ലേ സാർ? ഓക്കെ സാർ, കൊറോണയുടെ നമ്പേഴ്സ് ഇൻക്രീസ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു. മാർക്കറ്റ് അതിൽ വലുത് റിയാക്ട് ആണത് പോലെ ഇല്ല. കൊറോണ നമ്പേഴ്സ് മീഡിയ ക്രിയേഷൻ. ഫസ്റ്റ് ഈ വൈറസ് ഇങ്ങനെ സ്പ്രെഡ് ആകുന്നോ എന്ന് അറിയത്തില്ല. രണ്ടാമത്തെ കാര്യം അതെല്ലാം ഐസൊലേറ്റഡ് ഡെത്ത്സ്. ബട്ട് റോഡ് ആക്സിഡൻറ്റിൽ കൊറോണയെക്കാട്ടിലും ഒരുപാട് ആൾക്കാർ മരിച്ചു പോകുന്നു ഇന്ന്. ആ റോഡ് ആക്സിഡൻറ്റ് അത്രയും കൂടെ ഇല്ല ഇന്ന്. ഇതൊക്കെ മീഡിയയുടെ ഹൈപ്പാണ്. എന്ന് ആദ്യം എയർപോർട്ട് മൂടുന്നോ അന്ന് തന്നെ മാർക്കറ്റിൽ അത് റിഫ്ലക്റ്റ് ആകും. എയർപോർട്ട് തന്നെ ഇതിൽ വന്ന് നമ്മളെ സൂക്ഷിക്കേണ്ട വിഷയം അല്ലേ സാർ? ഇത് വന്നിട്ട് TVS മോട്ടോഴ്സിന്റെ ചെയർമാനായിട്ട് സുദർശൻ വേണു വരുന്നു. ഡെഫിനറ്റ് ആയിട്ട്. അതായത് അവരച്ഛൻ റിട്ടയർഡായി, അവരച്ഛൻ ഒരു ടാറ്റ കണക്ഷൻ ഇരിക്കുന്നു. അതിൽ റാൾസ് പെത്ത് എന്നൊരാളിരുന്നു, ടീം ടാറ്റ മൊജൈലാറിൻ്റെ ഹെഡ്. അവരെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു. റാൾസ് പെത്ത് വന്നിട്ട് ബ്രിട്ടീഷ്, എന്നിട്ട് നോട്ടൻ മോട്ടോർ സൈക്കിൾസിന് TVS വാങ്ങിയായിരുന്നു. അവരെ കൊണ്ടുവന്ന ജോലി തീർന്നു. അവർക്കും വയസ്സായി റിട്ടയർഡായി അടുത്ത ആളെ ഇട്ടായിരുന്നു. അതിൽ ഏത് ചേഞ്ചും ഇരിക്കത്തില്ല. ഒന്നും ഇരിക്കത്തില്ല സാർ. നിങ്ങൾ പറഞ്ഞതുപോലെ ഈ പ്രൊമോട്ടർ ഇന്റഗ്രിറ്റി ഒക്കെ ചോദ്യം ഒന്നും വരത്തില്ലേ സാർ? വേണു ഇരിക്കുന്നതായിരിക്കും എന്ത് പ്രോബ്ലം? സാർ, നിങ്ങൾ പറഞ്ഞ ഈ പട്ടാസ് ലിസ്റ്റിൽ സ്വിംഗ് ട്രേഡ് എൻ്റെ അടുത്ത്
പറഞ്ഞ 2-3 പേര് പറഞ്ഞ ചോദ്യത്തിന് സാറിന്റെ അടുത്ത് ഞാൻ ചോദ്യമായിട്ട് ചോദിക്കുന്നു. സ്വിംഗ് ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്ത്? സാർ പറഞ്ഞ 50 ലിസ്റ്റിൽ ഇരിക്കുന്ന സ്റ്റോക്സിനെ വെച്ച് ഒരുപാട് ആൾക്കാർ സ്വിംഗ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെയ്യേണ്ടതാണ് ഞാൻ പറയുന്നു. ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ ഈ ട്രെയിൻ ക്രോസിങ്ങിൻ്റെ അകത്ത് ഒരു സിഗ്നൽ ഇട്ടിരിക്കും. പക്ഷെ നമ്മൾ മുമ്പേ എന്ത് ചെയ്യും? മോട്ടാർ സൈക്കിളിന് അതിൻ്റെ അകത്ത് ഒരു ക്രോസ് ചെയ്ത് എടുത്തുകൊണ്ട് പോകും. അടിപ്പെടുന്ന ദിവസം നമ്മൾ അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. ഇതും അതുപോലെ തന്നെ മാർക്കറ്റ് ഒരടിயாக വീഴുന്ന സമയത്ത് ലോസ് ആകും. നിങ്ങൾ ഉച്ചവൻ്റെ വെളിയിൽ വരുന്ന സമയത്തിൽ മാർക്കറ്റ് വലുതാ കയറും. ഒരു 10 വർഷത്തിൽ ഒരു വലിയ മാർക്കറ്റ് റൈസിന് വന്നിട്ട് അത് 50 ട്രേഡിംഗ് ഡേയ്സിൽ മിസ്സാക്കാം. 50 ട്രേഡിംഗ് ഡേയ്സ് നിങ്ങൾ ഇരിക്കണം മാർക്കറ്റിൽ. ആ 50 ട്രേഡിംഗ് ഡേയ്സ് ഇഫ് യു ആർ നോട്ട് ദെയർ ഇൻ എ മാർക്കറ്റ്, നിങ്ങൾക്ക് ആ 10 വർഷത്തിൻ്റെ ഗെയിം പോകും. അപ്പോൾ അത് ഏത് 50 ദിവസം എന്ന് പറയാൻ പറ്റത്തില്ല. ഡെയിലി ഇരുന്ന് നോക്കിക്കൊണ്ടേയിരിക്കണം. എന്തിനു നോക്കണം? അങ്ങനെ വാങ്ങി ഇട്ടു, അത്രയും തന്നെ. അപ്പോൾ ഓക്കെ സാർ, ITC ബാക്ക് 2.5% വിറ്റിട്ടുണ്ട്. GQG 0.5% വാങ്ങിയിരിക്കുന്നു. ഒരു സൈഡ് വിറ്റുകൊണ്ടിരിക്കുന്നു, ഒരു സൈഡ് വാങ്ങുന്നു. സ്റ്റിൽ സ്ട്രോങ്. വലുതായിട്ട് കയറിയുമില്ല, വലുതായിട്ട് ഇറങ്ങിയുമില്ല. എന്ത് ഒരു സൈഡ് വിൽക്കുന്നു, ഒരു സൈഡ് വാങ്ങുന്നു സാർ? അവൻ ഒരു ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റർ. ഇയാൾ തന്നെ പേരൻറ്റ്. ഇയാൾക്ക് ഒരുപാട് കടൻ ഇരിക്കുന്നു ഒരു ബാലൻസ് ഷീറ്റിൽ. ബാറ്റിക്കിന് ഈ അസറ്റിനെ വിറ്റിട്ട് കടനെ കുറയ്ക്കാമെന്ന് ചെയ്യും. അത്രയും നല്ല വിഷയം. അത് തന്നെ, വേറെ ഒന്നുമില്ല. എന്തെന്ന് വെച്ചാൽ ഇന്ത്യയിൽ റെസ്ട്രിക്ഷൻ വളരെ ടൈറ്റായി. ബാറ്റ് കനോട്ട് ഇൻഫ്ലുവൻസ് ITC. മണി റെസ്ട്രിക്ഷൻസ്. ബാറ്റിൻ്റെ മറ്റേ ബ്രാൻഡിനെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ വയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വന്ന് കാശിടാനും പറ്റത്തില്ല. അപ്പോൾ അവിടെ ഒരുപാട് കടൻ ഇരിക്കുന്നു. കുറച്ച് വിറ്റ് കടൻ അടയ്ക്കാം. കുറച്ച് പേര് കനവ് കണ്ടുകൊണ്ടിരിക്കുന്നു. അവൻ 25% ഒരേ ദിവസത്തിൽ വിൽക്കുമെന്ന്, നല്ല ഡ്രോപ്പ് ആകുമെന്നെല്ലാം സംസാരിച്ചിട്ടിരുന്നു. ഒക്കെ ഇട്ടായിരുന്നു പാവം. അവൻ പൈത്യക്കാരനല്ല, അവൻ 2 തന്നെ വിൽക്കും. അവൻ കടൻ അടയ്ക്കാൻ നോർമലി എന്താകുന്നു വെച്ചാൽ അവൻ ഇനിയൊരു സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ഒരാളെ സെറ്റ് ചെയ്ത് വാങ്ങും. സോ ബാറ്റ് എന്ത് വിചാരിക്കുന്നു എന്ന് വെച്ചാൽ ITC എന്നതിനെ വിட ബെറ്റർ ഓപ്ഷൻസ് ഇരിക്കുന്നു. കടൻ ഒരുപാട് ഇരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ അത് കാരണം ITC കൊടുത്തുമ്പോൾ ഞാൻ ചെയ്യുന്നു. അവൻ വട്ടി കയറുന്നല്ലേ. അവന് വട്ടി കയറിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ അവൻ ITCനെ എങ്ങനെ അവൻ സ്വർണ്ണമായിട്ട് നോക്കും? 2% കയറിയ 100 വർഷത്തിൻ്റെ കടനാകും. അതുകൊണ്ടാ ഇയാൾ അതിനെ വിൽക്കുന്നല്ലേ സാർ? ഈ സൺഫാർമ അഡ്വാൻസ് റിസർച്ച് കമ്പനി കൺസിഡർ ചെയ്യാമോ സാർ? അതിനെക്കുറിച്ച് സാറിന്റെ ഒപ്പീനിയൻ എന്താ? അതെൻ്റെ കയ്യിൽ ഇരിക്കുന്നു. അതെങ്ങനെ വന്നതെന്ന് വെച്ചാൽ സൺഫാർമയിലിരുന്ന് അതിനെ തനിയെ പിരിച്ചതിൻ്റെ ശേഷം എനിക്ക് ആ ഷെയർസിനെ കിട്ടിയായിരുന്നു. ക്ലിനിക്കൽ റിസർച്ച് ഫോർ സൺഫാർമ ആൻഡ് മറ്റേ കമ്പനീസ് ചെയ്യുമായിരുന്നു. പക്ഷേ ആ ക്ലിനിക്കൽ റിസർച്ചിൽ എക്സ്പെക്റ്റഡ് റിസൾട്ട് കിട്ടിയില്ല. സോ ഈ സ്പാർക്ക് എന്ന് പറയുന്നത് ഒരു ലോട്ടറി ചീട്ട് പോലെയാണ്. എന്ന് ഡ്രഗ്സ് നന്നാകുന്നോ അന്ന് ഒരു 50% കയറും. ഡ്രഗ് ഇല്ലെങ്കിൽ 20% താഴെ പോകും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഭയങ്കര വോളറ്റിലിറ്റി ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾ നോക്കിയതിന് വളരെ നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും നിങ്ങളുടെ ബന്ധക്കാർക്കും അയച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.